മൂന്നാമത്തെ കാര്യം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തു പ്രതിസന്ധി ഉണ്ടായാലും മരണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. ആരോഗ്യത്തോടു കൂടി കിടക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ? പൈസ ഉള്ളപ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ? ഇല്ല. കച്ചവടം ഉള്ളപ്പോൾ അല്ലാഹ് മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ? ഇല്ല. കടം വരുമ്പോ, നഷ്ടം വരുമ്പോ, ദാരിദ്ര്യം വരുമ്പോ, രോഗം വരുമ്പോ തീർന്നാ മതിയായിരുന്നു, അപ്പൊ ചിന്തിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനും പഠിപ്പിക്കുകയാ. 3, ജീവിതത്തിൽ എത്ര വലിയ ഇനി ലോകം മുഴുവനും തകർന്ന് എന്തുണ്ടായാലും നിനക്കൊരു ചുക്കുമില്ല, ഉണ്ടാതിരിക്കണം. ജീവിതത്തിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. അത് സമയാകുമ്പോ വരും, എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. നന്നാക്കാൻ വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് വേണ്ട ജീവിതത്തിൽ വേണ്ട ഇസ്ലാം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം, മരണത്തെക്കുറിച്ചുള്ള ആലോചന പോലും വേണ്ട. അതിനെക്കുറിച്ച് നീ ചിന്തിക്കരുത്. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യതമന്ന അഹദുകുമുൽ മൗത ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ ആരും തന്നെ മരണത്തെ ആഗ്രഹിക്കരുത്. അവന് സച്ചരിതനാണെങ്കിൽ നന്മ കൂടുതൽ വർദ്ധിപ്പിക്കലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു കാരണവശാലും നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത്. മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. നിങ്ങൾ നല്ലവരാണെങ്കിൽ നന്മകൾ അധികമായി വർദ്ധിപ്പിക്കുക, ദുഷ്കർമ്മികളാണെങ്കിൽ അവയിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. തന്നെ മരണത്തെ ആഗ്രഹിക്കാൻ പാടുണ്ടോ? എളുപ്പം മരിച്ചാൽ മതിയായിരുന്നു, പടച്ചോനെ പെട്ടെന്ന് പോകാമായിരുന്നു. അല്ല, ആഗ്രഹിക്കരുത്. നമ്മൾ ജീവിക്കാനാണ് ആഗ്രഹിക്കേണ്ടത്. മരണത്തെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പിന്നെ ചിലരൊക്കെ പറയും, ഉസ്താദെ പാവങ്ങളൊക്കെ ചെയ്ത് അടക്കൽ എന്നില്ല. നീ നന്മ ചെയ്യുന്നവനാണോ അധികമായിട്ട് നന്മ തിന്മ ചെയ്യുന്നവനാണോ അധികമായിട്ട് തിന്മ ചെയ്യാനല്ല, തൗബ ചെയ്തു മടങ്ങ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ